ഇത്രയും നേരം ഞാൻ ചാൾസ് ശോഭരാജപുരം കണ്ടിട്ടില്ല. മാൻസ എന്തുകൊണ്ട് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പറയൂ, എന്താണ് ഇതിന് കാരണം? ടാറ്റ മോട്ടോഴ്സ് പോലുള്ള വണ്ടി കമ്പനികൾക്ക് ഇന്ന് നിരത്തിൽ കാണുന്ന മുറിക്കഷ്ണങ്ങൾ കോമ്പാക്ട് സെഡാൻസ് അല്ലാണ്ട് വലിയ 3 ബോക്സ് സെഡാനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എന്തായിരുന്നു ആ സെഡാൻ്റെ പേരെന്നറിയാമോ? ഏതായിരുന്നു അതിനകത്ത് എഞ്ചിൻ എന്നറിയാമോ? ഈ വണ്ടി മുട്ടിയുരുമി കിടന്ന് ജനിച്ചു വന്നത് എവിടെ നിന്നറിയാമോ? എല്ലാം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിൻ്റെ മാൻസയാണിത്. 2009 വന്ന വണ്ടി. ടാറ്റ ഇൻഡിക വിസ്റ്റ പോലുള്ള മുൻവശവും വലിയ ഒരു ബോക്സ് പോലുള്ള ആ ഒരു ബാക്കിൽ ഡിക്കി വന്നിട്ടുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് തീർത്തും വലുതാണ്. എനിക്ക് തോന്നുന്നു ഹുമങ്കസ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു വലിയ സെഡാന്നൊക്കെ പറയാവുന്ന ഒരു വണ്ടിയാണ് മാൻസ. അപ്പോൾ 2009 വണ്ടി വരുമ്പോൾ അവരുടെ ഇൻഡിഗോ എന്ന് പറയുന്ന വണ്ടിയെ അങ്ങ് റിപ്ലേസ് ചെയ്തിട്ടാണ് മാൻസ വന്നത്. പിന്നീടാണ് ഈ മുറിക്കഷ്ണങ്ങൾ ഇൻഡിഗോ CS പോലുള്ള വണ്ടികൾ, ഞങ്ങളുടെ വണ്ടികളൊക്കെ നിരത്തിലുണ്ടായത്. പക്ഷേ മാൻസ വന്നതോടുകൂടി അവരുടെ ആ ഒരു സെഡാനായിട്ടുള്ള ഇൻഡിഗോ നിന്നുപോയി. ഇൻഡിഗോ നിന്ന് പോയത് നല്ല കാര്യമാണ്. കാരണം ഇൻഡിഗോയിൽ നിന്നും അജഗജാന്തരം എന്ന നിലയ്ക്കാണ് ഈ ഒരു വണ്ടി വന്നത്. 2 എഞ്ചിൻ ഓപ്ഷണലായിട്ടാണ് വണ്ടി വന്നത്. അപ്പോൾ മാൻസയ്ക്ക് പെട്രോളും ഡീസലും ഉണ്ടായിരുന്നു. പെട്രോൾ എന്ന് പറയുന്നത് 1.4 ലിറ്റർ, ഡീസൽ 1.3. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ടാറ്റ മാൻസ യൂസ്ഡ് കാർ വാങ്ങാമെന്നോ വാങ്ങരുതെന്നോ അല്ല, പകരം ഇങ്ങനെ ഒരു കാറ് നിരത്തിലുണ്ടായിരുന്നു എന്നുള്ളതും ടാറ്റ മോട്ടോഴ്സിന് ഒരു പ്രോപ്പർ സെഡാൻ ഉണ്ടായിരുന്നു എന്നുള്ളതും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മാൻസ. ഇത് മാൻസയുടെ പെട്രോൾ മോഡലാണ്. ഈ ടാറ്റ മാൻസ വന്ന സമയത്ത് ഇതിന് ഏകദേശം 5,48,000 രൂപയായിരുന്നു എക്സ്ഷോറൂം പ്രൈസ് ബേസ് മോഡലിൽ. അപ്പോൾ പെട്രോൾ ഡീസൽ മോഡലുണ്ട് പറഞ്ഞപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഉള്ള പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് 1.4 ലിറ്ററാണ്. അതും ഫിയറ്റിൻ്റെതാണ്. അതും ഫിയറ്റിൻ്റെ പറയാൻ കാരണം 1.3 ഡീസൽ ഫിയറ്റിൻ്റെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പെട്രോൾ എഞ്ചിനും ഗിയർ ബോക്സും കൂടെ ഫിയറ്റിൻ്റെ ആണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ഫിയറ്റ് ലിനിയുമായിട്ട് മുട്ടിയുരമി ജനിച്ചു വന്ന ഒരു വണ്ടിയാണ് മാൻസ. ഒരേ ഫാക്ടറിയിലായിരുന്നു ഈ 2 വണ്ടികളും നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇൻഡിക വിസ്റ്റ പോലെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വലിയൊരു ബോണറ്റും അതിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു സെൻറ്റർ പീസും പിന്നെ വലിയൊരു ഡിക്കി ബാക്കിലും, അങ്ങനെയാണ് 3 ബോക്സ് സെഡാൻ എന്നുള്ള ആ ഒരു പേരിൽ മാൻസയെ നമുക്ക് കാണാൻ പറ്റാം. അപ്പോൾ ഫിയറ്റിൻ്റെ ആ ഒരു 1.4 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ മൈലേജ് എന്ന് പറയുന്നത് 20 കിലോമീറ്ററിന് പുറത്തൊക്കെ ആയിരുന്നെങ്കിലും ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. 1250 കിലോളം ഒരു വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു മാൻസ. അതായത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. പല ഇന്നോവേഷനായിട്ടുള്ള കാര്യങ്ങളും ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നതും മാൻസയിലാണെന്ന് പറയാം. ഒരു ആര്യ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു, അറിയാലോ. ആ ഒരു വണ്ടിക്കകത്ത് കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നീട് പല വണ്ടികളും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കാണാം. പ്ലാസ്റ്റിക് ക്വാളിറ്റി മെച്ചപ്പെട്ടു, അതുപോലെ വണ്ടിയുടെ രൂപത്തിലെ ആ ഒരു കാര്യങ്ങൾ മെച്ചപ്പെട്ടു. അങ്ങനെ പല വിധமான മെച്ചപ്പെടലുകൾ ഉണ്ടായിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് മാൻസ എന്നുള്ളതാണ്. ശരിക്കും മാൻസയുടെ ഈ ഗ്രില്ലടക്കം അങ്ങ് തുറന്നിരുന്നെങ്കിൽ ഒരു ഇത്തിരി കൂടി എലഗൻ്റ് ആയിരുന്നു തന്നെ. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു ബോണ്ട് മാത്രമേ തുറക്കുള്ളൂ. സഫയർ എന്നുള്ളത് ആ ഒരു എഞ്ചിൻ്റെ പേരാണ്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഫിയറ്റിൻ്റെ 1.4 ലിറ്ററാണ്. അപ്പോൾ 89 ഹോഴ്സ് പവറും 116 ന്യൂട്ടൺ മീറ്ററുമുള്ള ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് ഓടിക്കാൻ എങ്ങനെ ഓടിക്കും പറയാം. എന്നാലും ഇതിൻ്റെ ആ ഒരു ഡീസൽ പെട്രോൾ വകഭേദങ്ങളിൽ ഡീസലിനും പെട്രോളിനും ഒരേ പവറായിരുന്നു എന്നുള്ളത്, ഏറെക്കുറെ ഒരേ പവറായിരുന്നു എന്നുള്ളതാണ്. 200 Nm ടോർക്ക് എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ആ ഒരു ഡീസലിൻ്റെ വ്യത്യാസം. പക്ഷേ മാൻസയുടെ ഒരു ബെസ്റ്റ് പിക്ക് എന്ന് അന്നും ഇന്നും എന്നും പറഞ്ഞിരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഡീസൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. പെട്രോൾ അത്യാവശ്യം റെയറാണ് എന്നുള്ളതാണ്. അപ്പോൾ റെയറായ ഒരു വണ്ടിയാണ് ഈ ഒരു മാൻസ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സഫയർ പെട്രോൾ മോഡൽ. തീർത്തും വലിയ ബൂട്ടായിരുന്നു മാൻസയ്ക്ക് ഉണ്ടായിരുന്നത്. ലവ് ഇറ്റ് ഓർ ഹേറ്റ് എന്നുള്ള ഡിസൈൻ ആണെങ്കിൽ പറയാം. കാരണം ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു ഷേപ്പാണ് ഇതിൻ്റെ ആ ഒരു ബൂട്ടിന്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്നുള്ളതാണ്. ഇഷ്ടം പോലെ ഞാൻ വെറുതെ പറയില്ല, ലിറ്ററലി ഇഷ്ടം പോലെ സ്ഥലമുള്ളൊരു ബൂട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബൂട്ടും ആ ഒരു വലിയ സ്പേസിൽ ഇൻറ്റീരിയറും ഒരു പ്രോപ്പർ 3 ബോക്സ് സെഡാൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നമ്മളിപ്പോൾ പല വണ്ടികളും മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോമ്പാക്ട് സെഡാനുകളുണ്ട്, സ്റ്റിൽ ഒരു സെഡാനുകളുടെ കുറവ് നമുക്ക് കാണാം. ഇപ്പോൾ ഹോണ്ട സിറ്റിയും വരണയൊന്നും മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പല പുതിയ കാര്യങ്ങളും അവർ കൊണ്ടുവരുന്നത് മാൻസയിലാണ്. ഫോർ എക്സാമ്പിൾ ABS, എയർ ബാഗ്, കൊളാപ്സിബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് കോളം. അപ്പോൾ ഈ സ്റ്റിയറിംഗ് കോളം കൊളാപ്സിബിൾ ആണെന്ന് മാത്രമല്ല ഇതിനകത്ത് ആ ഒരു ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാണാം. പിന്നെ ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിലൊരു തമാശ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മാൻസയിൽ ഉള്ളത് ഫിയറ്റിൻ്റെ C549 എന്ന് കോഡ് നെയിമുള്ള ആ ഒരു ഗിയർ ബോക്സാണ്. 5 സ്പീഡ് ഗിയർ ബോക്സാണ്. മാത്രമല്ല ഈ വണ്ടിയിനകത്ത് ഒരുപാട് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ടോപ്പ് എൻഡ് മാൻസയെ കുറിച്ചാണ്. എന്നാലും ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഈ ഒരു മോഡലിലും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അതായത് ഇവിടുന്ന് ഇങ്ങനെ
വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വന്നിട്ട് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വരുന്ന ആ ഒരു ഡിസൈൻ. കൂടാതെ ഈ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ഇതിൽ ടാറ്റയുടെ ലോഗോ കാണാം. ഇവിടെ ഒരു സ്റ്റീരിയോ, ബ്ലൂടൂത്ത് സ്റ്റീരിയോ വന്നിട്ടുണ്ടായിരുന്നു ഓക്സ് ഇൻപുട്ടോട് കൂടിയ. അന്ന് ബ്ലൂടൂത്ത് ഇല്ല, CD-യും ഓക്സും ഇൻപുട്ടാട്ടോ. ബ്ലൂടൂത്ത് ഞാൻ വെറുതെ പറഞ്ഞാൽ ആ ബ്ലൂടൂത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു എക്സ്ട്രാ വെച്ചിരുന്നത് ഈ ഒരു വണ്ടിക്കകത്ത്. പിന്നെ സ്വിച്ചുകളൊക്കെ കാണില്ല, ഇപ്പോൾ ഡിഫോഗർ ആണെങ്കിലും അതല്ല ആ ഒരു എന്താ പറയുക ഹസാർഡ് ലൈറ്റൊക്കെ കാണാം. താഴെ AC കൺട്രോൾസ് ഉണ്ട്. നമ്മൾ സാധാ AC ആണ്, ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റോണിക് AC ഒന്നുമല്ല. ഇനി ഇവിടെ ആ ഒരു സ്റ്റോറേജ് സ്പേസുകളും ഈ ഗിയറിൻ്റെ ഒരു ക്ലോസപ്പ് കാണിക്കാം. ഇവിടെ ആ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കണ്ടോ, ഇതാണ് ടാറ്റ മാൻസയുടെ മീറ്റർ ക്ലസ്റ്റർ. ഇപ്പോൾ മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ആ ഒരു സ്പീഡും അല്ലെങ്കിൽ ആ ഒരു ടാക്കോമീറ്ററും ഒക്കെ കാണാം. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കാണിക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വണ്ടി ഒന്ന് റെവ് ചെയ്യണേ. റെവ് ചെയ്യുമ്പോൾ റെഡ് ലൈനോട് അടുക്കുന്ന സമയത്ത് ആ നീഡിൽ റെഡ് ആവുന്ന കേട്ടോ. ആ ഒരു കാര്യം എന്ന് പറയുന്നത് മാൻസയിൽ വളരെ രസകരമായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു ചെറിയ ഒരു MID കൂടി കാണാം. വലിയ ഡോർ പാഡ് കൂടാതെ ഈ ഒരു മിററും അതിൻ്റെ ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റും. ടാറ്റയുടെ കാറുകളുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബാക്ക് സീറ്റ് എന്ന് മാൻസെ പറയാൻ തോന്നുന്നു. അതായത് തൈ സപ്പോർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ലെഗ് റൂം ആണെങ്കിലും എല്ലാം നല്ലോണമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിക്ലൈനിങ് ആംഗിൾ കൊള്ളാം. മികച്ച ഒരു പ്രോപ്പർ സെഡാൻ ഫീൽ ഇതിനകത്തുണ്ട്. ഇവിടെ ആ ഒരു ആംറസ്റ്റ് ഉണ്ട്, ഇരിക്കാനായിട്ട് നല്ല സുഖമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾസ്റ്റർ ചെയ്ത് എന്നാലും അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. എല്ലാം ഉള്ള ഒരു വണ്ടിയെന്ന് ലളിതമായിട്ട് പറയാവുന്നൊരു വണ്ടിയെന്ന് ഈ ഒരു മാൻസയെ പറയാം. അന്നത്തെ കാലത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഡിസയർ പോലുള്ള വണ്ടികളൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫിയറ്റ് ലിനിയ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നിൽക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ നിലയ്ക്ക് വന്നപ്പോൾ മാൻസയുടെ ഈ സൈസ് എന്ന് പറയുന്നത് തീർത്തും ആ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഘടകം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ വണ്ടിക്കകത്ത് കൊണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഹമ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് 3 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലമുള്ളതുകൊണ്ട് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് തന്നെയാണ് പറയുന്നത്. 5 പേർക്ക് ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു വണ്ടി തന്നെയായിരുന്നു മാൻസ എന്നുള്ളതാണ്. ബാക്കിലും അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ലൈറ്റുകളുണ്ട്, ആ ലൈറ്റുകൾക്കും ഉണ്ടാവും ഒരു ഫിയറ്റിൻ്റെ ചായയൊക്കെ. മൊത്തത്തിലൊരു ഫിയറ്റ് ഇഷ്ടാണ്, കുറേ കാര്യങ്ങളൊക്കെ പറയാം. എന്നാലും രസമുള്ള ഒരു വണ്ടിയാണ് മാൻസ, അല്ലെങ്കിൽ വണ്ടി ആയിരുന്നു മാൻസ എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ കാറുകളിൽ നിങ്ങൾ ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. കാറുകളിൽ നിന്നാണ് മാൻസയ്ക്കകത്ത് ലോക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ടാറ്റയുടെ സ്വഭാവമുള്ള ആ ഒരു ഗ്ലോ ബോക്സ് കാണാമെന്നുള്ളതാണ്. അന്നും എയർ ബാഗുള്ള മോഡലിന് വേണ്ടിയിട്ട് അവർ ആ ഒരു സ്വിച്ച് വെക്കാനുള്ള ആ ഒരു പൊസിഷൻ കേട്ടോ നമ്മൾ ഫിയറ്റിൽ ഇത് കണ്ടിട്ടുണ്ട്. ഈ സ്വിച്ച് ഡോർ പോക്കറ്റുകളൊന്നും വലുതല്ല കേട്ടോ. പക്ഷേ ഡോർ പോക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ബോട്ടിലൊന്നും കൊള്ളുന്ന ഡോർ പോക്കറ്റ് അല്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ വലിപ്പത്തിന് അതൊക്കെ വേണ്ടതായിരുന്നു. പിന്നീടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ആ ഒരു കാര്യങ്ങളൊക്കെ വേണ്ടതാണെന്ന് ആളുകൾ തോന്നി തുടങ്ങിയതും ഇതൊക്കെ വന്നതും. അപ്പോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ മുന്നേ ശരിക്കും ടാറ്റ മാൻസ വലിയ ഒരു ജനപ്രീതിയുള്ള കാറല്ല യൂസർ മാർക്കറ്റിൽ. ഇപ്പോൾ നമ്മളൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലും വേണ്ട എന്ന് പറയുന്ന വണ്ടികളാണ്. അങ്ങനൊരു വണ്ടി ഒരു പേസ്റ്റൽ കളറൊക്കെ അടിച്ച് ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഈ വണ്ടിയുടെ ഉടമസ്ഥനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് പുള്ളിക്ക് എങ്ങനെ ധൈര്യം വന്ന് അറിയണ്ടേ. വരൂ, അത് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തു കേട്ടോ. മൈക്ക് പരിചയപ്പെടുത്തു. എൻ്റെ പേര് സാമുവൽ എന്നാണ്. ഞാൻ വരാപ്പുഴ, എൻ്റെ വീട് വരാപ്പുഴ പറവൂര്. വരാപ്പുഴ പറവൂര്. ഓക്കെ, ചോദ്യത്താണ് സിമ്പിളായിട്ട്. കളറൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. അന്ന് വന്ന വേണ്ട ചോപ്പിനേക്കാളും ഭംഗിയുണ്ട് പേസ്റ്റൽ കളർ. ഇത്രയും നേരം ഞാൻ ചാൾസ് ശോഭരാജ് പോലും കണ്ടിട്ടില്ല. പറയൂ, എന്താണ് ഇതിന് കാരണം? എനിക്ക് കളറ് നമ്മുടെ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന വണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ക്രിയേറ്റീവ് ഓഷ്യൻ എന്ന് പറയുന്ന ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം റോഡിലൂടെ പോകുമ്പോൾ ഒരു റോഡ് പ്രസൻസ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണത്താൽ ഞാൻ അങ്ങനെ ഒരു കളർ അടിക്കാനായിട്ട് തീരുമാനിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാൻസ എന്തുകൊണ്ട് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഇതൊരു പെട്രോൾ വണ്ടിയാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നഷ്ടമല്ലേ ഇത് കൊണ്ട് നടക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തിട്ട് എനിക്ക് ഒരു രൂപയിലും ശരിക്കും പറഞ്ഞാൽ മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ കംപ്ലയിൻറ്റ്സ് അങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരുവിധ കംപ്ലയിൻറ്റും വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല ഇതൊരു റോഡ് പ്രസൻസ് ഉള്ള കാറാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഒരു യൂണിക്കാണ് ഇങ്ങനൊരു വാഹനം. കാരണം കൂടുതൽ ആളുകൾ മാരുതിയുടെ എസ്റ്റീം അങ്ങനെയുള്ള വണ്ടികളാണ് മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കുന്നത്. പക്ഷേ എനിക്ക് മോഡിഫൈ ചെയ്തില്ലെങ്കിലും ഒരു സ്റ്റോക്ക് വണ്ടിയായിട്ട് കൊണ്ടു നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി ഇങ്ങനെ ഒരു കളറടിച്ച് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയും ചില വണ്ടികൾ വാങ്ങരുത് പറയും, ചില വണ്ടികൾ വാങ്ങണം എന്ന് പറയും. അത് എൻഡ് ഓഫ് ദി ഡേ അത് നമ്മുടെ ചോയ്സാണ്, ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ചോയ്സാണ്. എനിക്ക് ഇന്ന വണ്ടി വേണം, ഞാൻ അത് വാങ്ങിയിട്ട് കൊണ്ടു നടക്കുന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ തീർത്തും പ്രശംസ അറിയിക്കുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ഉടമസ്ഥനായിട്ടുള്ള സാമുവൽ എന്നുള്ളതാണ്. അത്രയും പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാം. വരും. ഇവരിതിന് ആ ഒരു ഇറങ്ങിയപ്പോൾ പറഞ്ഞ മൈലേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഏകദേശം 20 കിലോമീറ്റർ അടുത്തായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല 20 കിലോമീറ്ററൊക്കെ കിട്ടുന്നുള്ളത്. കാരണം ഇതൊരു ഇത്തിരി തേഴ്സ്റ്റി ആയിട്ടുള്ള എഞ്ചിനാണ്, 1.4 ഫിയറ്റിൻ്റെ. ഓക്കെ, ഒരു 9, 10, 11, 12 വരെയൊക്കെ മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഓടിക്കാൻ ഒരു വലിയ കാർ ഫീലാണ്.
ഹാൻഡ്ലിങ് അത്ര വലിയ ഹാൻഡ്ലിങ് അല്ല. അതായത് ഞാൻ പറഞ്ഞ 80-90 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് എവറിഡേ യൂസിന് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി ആയിരുന്നു എന്നുള്ളതാണ് അന്ന് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഹാൻഡ്ലിങ്ങിൽ വലിയ മികവില്ല എന്നുള്ളതായിരുന്നു ശരിക്കും ക്രിട്ടിക്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം മാൻസയെക്കുറിച്ച്. എനിക്ക് മാൻസയുടെ സൈസാണ് ഇഷ്ടപ്പെടുന്നത്. ശരിക്കും വലിയ ഒരു സൈസുള്ള കാറാണ് മാൻസ, സംശയമൊന്നും വേണ്ട. പിന്നെ ടാറ്റ അന്ന് പെട്രോൾ ഡീസൽ വണ്ടികൾ ഒരേ സമയത്ത് ഇറക്കിയ കാര്യമാണ് ശരിക്കും മാൻസയെക്കുറിച്ച് പറയുന്നത്. രണ്ടിനെയും വണ്ടിക്ക് ഒരേ ഹോഴ്സ് പവറാണ്, 89 ഹോഴ്സ് പവർ. പക്ഷേ ടോർക്ക് വ്യത്യാസമുണ്ട്. ഒബ്വിയസ്ലി ഡീസലിന് ടോർക്ക് കൂടുതലാണ്. അപ്പോൾ ഡീസൽ കുറച്ചും കൂടി ഒരു ഫാസ്റ്റും കുറച്ചും കൂടി ഒരു നിമ്പിളായിട്ടുള്ള വണ്ടിയായിരുന്നു. ഇതൊരു ഇത്തിരി സ്ലോ ആണ് ആ ഒരു കാര്യമൊക്കെ നോക്കും. പിന്നെ മോഡേൺ കാറുകളുമായിട്ടൊരു കമ്പാരിസൺ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇത് ഓടിക്കാൻ നല്ല രസമുണ്ട്, നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്പീഡ് കുറവുള്ള വണ്ടി മാക്സിമം പുഷ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഫിയറ്റിൻ്റെ C549 എന്ന് പറഞ്ഞ ഗിയർ ബോക്സ്, ആ കോഡിനേമുള്ള ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലിക്കി ഷിഫ്റ്റാണ്. നമുക്ക് വലിയ അലോസരങ്ങളില്ലാണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷിഫ്റ്ററാണ്. എനിക്ക് നല്ല ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം തോന്നി. നല്ല രസമുണ്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. കൂടെ ക്ലച്ചൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. എന്നും ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്ലച്ചൊക്കെ ആയിരിക്കും ലൈറ്റാണ്. ഞാൻ പറഞ്ഞത് ഇൻഡിഗോ കാലഘട്ടം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്ന ആ ഒരു വണ്ടികളിലെല്ലാം തന്നെ ക്ലച്ചിന് ആ ഒരു ഗുണമുണ്ട്. അതിപ്പോൾ നെക്സോണിലൊക്കെ ശരിക്കും ലൈറ്റാണ്. ഇതിനകത്തൊക്കെ ആ ഒരു ലൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. സ്റ്റിയറിംഗ് അത്യാവശ്യം പ്രിസൈസാണ്. ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ലൈറ്റ്നെസ് ഒക്കെ നല്ലതാണ്. വണ്ടി ഓടിക്കുമ്പോൾ വെയിറ്റ് വരുന്നുണ്ട്, നല്ലതായിട്ട് തോന്നി. പിന്നെ RPM മീറ്ററിൻ്റെ നീഡിൽ റെഡ് ആവുന്നത് ഒരു കൗതുകം പോലെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയൊന്നും അങ്ങനെ റെഡ് ലൈനിലേക്ക് ആയിട്ട് ആരും അത് കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. റീൽ എടുക്കാൻ വേണ്ടി ചെയ്തുള്ളൂ. പക്ഷേ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി നമുക്ക് റെഡ് ലൈൻ ചെയ്യാനുള്ള ധൈര്യം എന്ന് പറയുന്നത് മെക്കാനിക്കലി പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. വഴി നിൽക്കില്ലാനുള്ള ധൈര്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ ആ ഒരു മെയിൻ്റെനൻസ് നന്നായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടും ഈ വണ്ടിയുടെ പെയിൻറ്റ് കാണില്ലേ, ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിനൊരു ചാമുണ്ട്. ഈ വണ്ടി ഇപ്പോൾ കൊണ്ടുനടക്കുമ്പോൾ ആ പുള്ളി പറഞ്ഞ പോലെ, അതായത് സാമൂല് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള വണ്ടി വേണമെന്നുള്ളതുകൊണ്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് മേക്ക് സെൻസ് ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു വലിയ സെഡാണെന്ന് ടാറ്റ മാൻസയെ പറയാം. അതാണ് ടാറ്റ മാൻസയുടെ കാര്യം. ഇത് ഓടിച്ചുകൊണ്ടിരിക്കാൻ രസമാണ്. പെട്രോളൊന്നും വലിയ വിഷയമല്ല. പെട്രോളിനോട് വലിയ ആ ഒരു എപ്പോഴേലൊക്കെ ഒരു ഓട്ടോ നിങ്ങൾക്ക് വാങ്ങാവുന്ന വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു വാങ്ങേണ്ടതെന്നുള്ളതൊന്നും ഞാൻ പറയില്ല. കാരണം ഇങ്ങനത്തെ കാറുകളൊന്നും നമുക്ക് തീർച്ചയായും വാങ്ങേണ്ട കാറുകളെന്നോ തീർച്ചയായും വാങ്ങരുതാത്ത കാറുകളെന്നോ പറയുന്ന ലിസ്റ്റുകളൊന്നും നമ്മൾ ഉൾപ്പെടുത്തി ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ സാധ്യതയില്ലായിരുന്നു. എനിക്ക് ഈ വണ്ടിയുടെ ആ ഒരു കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് എ കൈൻഡ് എന്ന് പറയാവുന്ന ഒരു വണ്ടിയായിട്ട് ഈ ഒരു വണ്ടി തോന്നി എന്നുള്ളതാണ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ സ്റ്റിയറിംഗ് അടിക്കുന്നില്ല, സസ്പെൻഷൻ സൗണ്ട് ഇല്ല, ലഹളകളില്ല. ഇത് നീറ്റാണ്, ടൈറ്റ് ആയിട്ടുള്ളൊരു കാറാണ്. ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യമുണ്ട്, നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത ഒരു മാൻസ കണ്ടു എന്നുള്ളത് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാം. അത് ഓടിച്ചു എന്നുള്ളത് അടുത്ത ഹൈലൈറ്റ് ആയിട്ട് പറയാം. അത് റിവ്യൂ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇനി ഇതുപോലുള്ള റെയറായിട്ടുള്ള കാറുകളുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.